ഹായ് ഫ്രണ്ട്സ്, ഇപ്പം സമയം ഒരു 12:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അപ്പോൾ ഞാൻ കരുതി നിങ്ങളോടൊരു കാര്യം പറഞ്ഞിട്ട് പോവാമെന്ന്. വേറൊന്നുമല്ല, രേണുസുധീൻ്റെ കാര്യമൊക്കെയാണ്. ഞാൻ കിടക്കുന്നതിൻ്റെ മുമ്പായിട്ട് ബിച്ചു സ്ട്രോക്കിൻ്റെ ഒരു വീഡിയോ കാണാനിടയിൽ. നമ്മൾ ഇന്ന് രേണുസുധീൻ്റെ ആ ഒരു സാധനം കമൻറ്റ് ബോക്സിൽ അവരില്ല എന്ന് സാധൂകരിക്കുന്ന രീതിയിൽ റിപ്ലൈ കൊടുത്തപ്പോൾ അവരുടെ കൂട്ടുകാരി അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞ സമയത്തും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം രേണു തന്നെ അങ്ങനൊരു സാധനം ഇല്ല എന്ന് പറഞ്ഞ സമയത്ത് വീണ്ടും ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവർ പറഞ്ഞതിലെ സാധ്യതകൾ വെച്ചിട്ടാണ് നമ്മൾ അങ്ങനെ അല്ലായിരിക്കാം ആയിരിക്കാം എന്നുള്ള അർത്ഥത്തിൽ പല കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനിങ്ങനെ കുറേ ആലോചിച്ച് എന്താ വെച്ചാൽ അങ്ങനെ ഒരു രോഗം, ഇല്ലാത്തൊരു രോഗം ഇവരെക്കുറിച്ച് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ വിളിച്ചു പറഞ്ഞ ആൾക്കാർക്ക് എന്താണ് ഒരു നേട്ടം എന്നുള്ളത് കുറേ ഞാൻ ആലോചിച്ചു. ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ് അത്. അതിന് വേണ്ടിയായിരിക്കും ഇതിന് വേണ്ടിയായിരിക്കും എന്ന് ഒരുപാട് സംശയങ്ങൾ ഉള്ളിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ബിച്ചു സ്ട്രോക്കിൻ്റെ വീഡിയോയ്ക്കകത്ത് അവർ ആ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് അവിടെ വെച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫ് കണ്ടു എന്നും ശേഷം അത് സിസ്റ്ററോട് പറഞ്ഞു എന്നും ഞാൻ സ്ക്രീൻഷോട്ട് ഇടൊക്കെ നിങ്ങൾ വായിച്ചാൽ മതി പറഞ്ഞു എന്നും അതിനുശേഷം അവർ FBയിൽ ഒരു പോസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞിട്ട് അന്നിട്ട് ആ ഒരു പോസ്റ്റ്, അതായത് ഇങ്ങനെ ഒരാളെ നേരിട്ട് കാണാൻ സാധിച്ചു അതിൽ സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ടൊരു പോസ്റ്റും എല്ലാം വെച്ച് അയാളൊരു വീഡിയോ ചെയ്തതായിട്ട് ശ്രദ്ധയപ്പെട്ടു. ഞാൻ ഈ ബിച്ചുവിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്ന ആളാണ്, കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന ആൾ തന്നെയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലാത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നിയമപരമായി ശിക്ഷ അർഹിക്കുന്നു എന്നുള്ളതൊക്കെ. പക്ഷേ ഇത്രയായിട്ടും ഇങ്ങനെ ഇല്ല എന്ന രീതിയിൽ രേണു ഇല്ല എന്ന് തന്നെയാണ് പല അർത്ഥത്തിലും പറയുന്നത്. അവരുടെ കൂട്ടുകാരി സജീനെ ആവട്ടെ മറ്റേ RJ ലച്ചു ആവട്ടെ അവരും ഇല്ല എന്ന രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ഉണ്ട് എന്നുള്ളത് ഇതറിഞ്ഞ ആൾക്കാർ ഉണ്ട് എന്ന് നിസ്സംശയം പറയുന്നുമുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് അവർക്ക് അങ്ങനെ രോഗം ഇല്ലാതിരിക്കട്ടെ എന്നാണ് നമ്മളെ കഴിഞ്ഞ വീഡിയോയ്ക്കകത്തൊക്കെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ എനിക്ക് കിടന്നിട്ട് എന്തോ ഒരു സമാധാനം കിട്ടുന്നില്ല. അപ്പം എന്താണ്, ഞാൻ പിന്നെ കിടക്കാവുന്നതിന് മുമ്പ് മറ്റേ നമ്മൾ ഡയമണ്ട് നെക്ലേസ് സിനിമയില്ലേ അതും കൂടെ കണ്ടപ്പോൾ എനിക്ക് ആകെ ഒരു വിഷമമായി എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നത് നമുക്ക് അവരോടൊരു ശത്രുതാ മനോഭാവമല്ല. സോഷ്യൽ മീഡിയയ്ക്കകത്ത് അവർ കാണിക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ എടുത്തു വെച്ച് റിയാക്ട് ചെയ്യും. അത് ശരിയാണെങ്കിൽ ശരി, ചീത്തതാണെങ്കിൽ ചീത്തത് എന്ന് കരുതി അവരെ കാണുമ്പോൾ തല്ലാൻ പോവുക, കൊല്ലാൻ പോവുക, ആട്ടിത്തുപ്പുക, അങ്ങനത്തെ പരിപാടി നമ്മൾ ചെയ്യില്ല എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇതൊരു സെൻറ്റിമെൻ്റൽ ട്രാക്ക് ഒന്നുമില്ല. അവരിത്രയും കാലം ഈ സബ്സ്ക്രിപ്ഷൻ വീഡിയോസിൻ്റെ കാര്യങ്ങൾ ഉൾപ്പെടെ ചെയ്തതെല്ലാം തന്നെ ശുദ്ധ പോക്കിരിത്തരങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഇങ്ങനൊരു അസുഖം വന്നതിന് ശേഷം അവരിങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടേതായ ഏതൊക്കെയോ സാഹചര്യങ്ങളിലൂടെ ആയിരിക്കാമെന്ന് നമുക്ക് വിശ്വസിക്കാം. അതുകൊണ്ട് തന്നെ അവരുടെ രോഗത്തിനൊക്കെ ക്രൂശിക്കുന്ന രീതിയിൽ നമ്മുടെ വീഡിയോസും കാര്യങ്ങളും ഇടണ്ട എന്നുള്ളതാണ് എനിക്ക് ഒരു മനസ്സ് പറയുന്ന എൻ്റെ ഒരു അഭിപ്രായം. അത് അവരെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നും പറയുന്നില്ല. നേരെ മറിച്ച് ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ മനുഷ്യന് നിരക്കാത്ത കാര്യങ്ങൾ എന്തെങ്കിലും അവർ ചെയ്യുന്നുണ്ടെങ്കിൽ പണ്ടത്തെ മാതിരി നമ്മൾ അതായത് ഓവർ കടുത്ത് വിമർശിക്കുക, ഒരു പരിധി വിടാതെ നമ്മൾ വിമർശിക്കുക എന്നുള്ളതും വീഡിയോയ്ക്കകത്ത് പറഞ്ഞത് തന്നെയാണ്. അത് തന്നെ ഇപ്പോഴും പറയുന്നത്. പക്ഷേ കമൻ്റ് ഇടുന്ന ആൾക്കാരും ക്ഷമിക്കുക. ഇപ്പം എൻ്റെ വീഡിയോ കണ്ടിട്ട് അത് വിലയിരുത്തിയിട്ടായിരിക്കും നിങ്ങളിടുന്ന കമൻറ്റ്. അപ്പോൾ ഞാനാട്ടെ എനിക്ക് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പം നമുക്ക് ആ ഒരു ഹേറ്റ് സ്പ്രെഡ് ചെയ്ത് നിർത്താം. അവരുടെ വീഡിയോസും കാര്യങ്ങളും നമുക്കിനി ചെയ്യാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രദ്ധിക്കാം. അങ്ങനെ ഒരു രോഗാവസ്ഥയിലുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പിന്നെ വലിയ ഗോവിന്ദച്ചാമി ചെയ്ത പോലുള്ള വലിയ മാരക തെറ്റുകളൊന്നുമല്ലല്ലോ പ്രാഗി കൊല്ലാനും ഭാഗത്തിന്. അപ്പം ഇതൊക്കെ അവരുടെ ലൈഫിൽ അവരുടെ സ്വാർത്ഥതയ്ക്ക് അല്ലെങ്കിൽ അവരുടെ ഏതൊരു നിലനിൽപ്പിന് വേണ്ടി അവർ കാട്ടിക്കൂട്ടിയ കുറേ പ്രഹസനങ്ങൾ അതാ രീതി കണ്ടിട്ട് നമുക്ക് കുറേയൊക്കെ അങ്ങ് ക്ഷമിച്ച് കളഞ്ഞേക്കാം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോന് താഴെ അവർക്കെതിരെ ഹേറ്റ് സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ കമൻറ്റോ കാര്യങ്ങളോ ഇടാതിരിക്കുക. കഴിഞ്ഞ വീഡിയോയിൽ അവർ ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. ഞാനും അത് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ പറയുന്നത് ശരിയല്ല എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അപ്പം നമുക്ക് രേണുസുധി എന്ന് പറയുന്ന ആ ഒരു സാധനം ഇവിടെ ഡ്രോപ്പ് ചെയ്ത് മുമ്പോട്ട് പോകാമെന്നാണ് മനസ്സ് പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ടാണ് ഇതുവരെ. ബൈ ബൈ.